ഞാൻ ഡോക്ടർ ഷറഫുദ്ദീൻ മമ്മു, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. ഞാൻ 4 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ACL ഇഞ്ചുറീസിനെ കുറിച്ചാണ്. എന്താണ് ACL എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മുട്ടിൻ്റെ ഒരു ഡെമോ ആണിത്. ഡെമോ മോഡലാണ്. ഈ 2 മുട്ടുകൾക്കിടയിൽ ഫ്രണ്ടിലായിട്ട് ഈ ഫീമർ ബോണ്ടിൻ്റെയും ടിബിയ ബോണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഈ പാർട്ടിനാണ് ഈ ലിഗമെൻ്റാണ് ACL എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ലിഗമെൻ്റാണ് നമ്മുടെ മുട്ടിനെ ഫ്രണ്ടിലോട്ടേക്ക് ഈ ഫീമർ ബോൺ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്ന സാധനം. ഈ ലിഗമെൻ്റാണ് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കളിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ മുട്ടിന് സ്റ്റെബിലിറ്റി തരുന്ന ലിഗമെൻറ്റ് ACL എന്ന് പറയുന്ന ലിഗമെൻ്റാണ്. എപ്പോഴാണ് നമുക്ക് ഈ ACL ഇഞ്ചുറി വരുന്നതെന്നുള്ളത്, ഒന്നുകിൽ മുട്ടിന് ഒരു കാര്യമായിട്ടുള്ള അപകടം പറ്റുക, അല്ലെങ്കിൽ കളികൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് നമുക്ക് കാണാറുള്ളത്. സഡൻ ഫോഴ്സിൽ നമ്മൾ ലാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സഡൻ ഫോഴ്സസിൽ കിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സഡൻ ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ടു നീ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു പെട്ടെന്ന് ACL ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടാവുക. എങ്ങനെയാണ് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇഞ്ചുറി ഉണ്ടായാൽ അതൊരു ACL ലിഗമെൻ്റ് ആവാം എന്നുള്ളൊരു സംശയം വരിക എന്നുള്ളത്, കളിക്കുന്ന ഇടയിലോ മറ്റോ നമ്മൾ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി കാൽമുട്ടിൽ നല്ല സ്വെല്ലിംഗ് വരിക, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഈ 2 പോസിബിലിറ്റി വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സസ്പെക്റ്റ് ചെയ്യേണ്ടത് ACL ഇഞ്ചുറി തന്നെയാണ്. എന്താണ് ACL ഇഞ്ചുറിയുടെ ഇമ്പോർട്ടൻസ്? ഞാൻ മുമ്പ് പറഞ്ഞു, മുട്ടിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി തരുന്ന ലിഗമെൻ്റാണ് ഈ ACL എന്ന് പറഞ്ഞ ലിഗമെൻറ്റ്. ഇതിന് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ പലർക്കും സംശയമാണ്, ഇത് സർജറി ചെയ്യേണ്ടതുണ്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ബാക്കി എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റീഹാബ് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറുമെന്നുള്ളത്. ഒബ്വിയസ്ലി ACL ഇഞ്ചുറി ഉണ്ടായി കംപ്ലീറ്റ് കട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ കാലിന് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, ബലക്കുറവുണ്ട്, മൂവ്മെൻറ്റിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സർജറി തന്നെയാണ് ഫൈനൽ ഓപ്ഷൻ. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ACL ഇഞ്ചുറി ഉള്ള പല ആൾക്കാർക്കും സർജറി ചെയ്യാൻ പേടിയുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. ACL നല്ല ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, ACL നല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സർജറി തന്നെയാണ് അതിനുള്ള ഓപ്ഷൻ. അതിൽ വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ACL സർജറി ആയിട്ട് മുമ്പോട്ട് പോവുക. കീ ഹോൾ സർജറിയാണ്, റീകവറി ടൈമൊക്കെ വളരെ ലെസ്സാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് റീകവറി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം മാത്രമാണ് ACL സർജറിയിലുള്ളത്. അതിൻ്റെ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ ഹോസ്പിറ്റലും നമ്മുടെ അനുബന്ധിച്ചുള്ള കാഷ്വാലിറ്റി 24 hours എപ്പോഴും ഇതിന് ഇഞ്ചുറീസിന് എപ്പോഴും റിസീവ് ചെയ്യാൻ സുസജ്ജമായിട്ടുണ്ടാവും. നമ്മൾ ഫാത്തിമ ഹോസ്പിറ്റലിൽ ആർത്തക്സിൻ്റെ ലേറ്റസ്റ്റ് കീ ഹോൾ മെഷീനാണ് ഉള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കീ ഹോൾ സർജറീസ് യൂഷ്വലി ACL ഇഞ്ചുറി ആണെങ്കിലും ബാക്കിയുള്ള കീ ഹോൾ സർജറീസ് ആണെങ്കിലും ചെയ്യാറ്. പിന്നെ നമുക്കൊരു ഗുഡ് ഫിസിയോതെറാപ്പി ടീമുണ്ട്. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ തന്നെ നടത്താനും അവരുടെ റീഹാബ് പ്രോട്ടോക്കോൾ നന്നാക്കാനും നല്ലൊരു ഫിസിയോതെറാപ്പി ടീമുണ്ട്. പിന്നെ നമ്മൾ ACL സർജറിയും അത് കഴിഞ്ഞിട്ടുള്ള റീഹാബ് ഒരു ടീം വർക്കാണ്. സർജൻ മാത്രമുള്ളതല്ല, സർജൻ്റെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഇടയിലുള്ള ഒരു ടീം വർക്കാണ് മെയിൻലി ഈ ACL റീഹാബും ACL സർജറി സക്സസ്സിനുള്ള മെയിൻ കാര്യം.